തിരുവനന്തപുരത്ത് മോൾ ഓഫ് ട്രാവൻകൂറിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സംഘം ചേർന്ന് മർദ്ദിച്ചതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വഞ്ചൂർ പോലീസ്. പുതുവത്സരാഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി പിൻവലിക്കാൻ തയ്യാറാകാതിരുന്നതാണ് പ്രകോപനത്തിന് കാരണം എന്നാണ് ഇപ്പോൾ എഫ്ഐആർ വന്നിരിക്കുന്നത്. പുതുവത്സരാഘോഷത്തിനിടെ ശംഖുമുഖത്ത് വെച്ച് വോളണ്ടിയേഴ്സായിരുന്ന SFI പ്രവർത്തകരുമായി പോലീസ് സംഘം ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് മോളിലെ സംഘർഷമെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് ഉദ്യോഗസ്ഥന് മോളിൽ വെച്ച് മർദ്ദനമേൽക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് പ്രേക്ഷകർക്കായി കാണാം. ആദ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പിന്തുടർന്നാണ് നാലോളം DYFI പ്രവർത്തകർ പ്രകോപിപ്പിക്കുന്നത്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥനെ കയറി ആക്രമിക്കുന്നു. ആക്രമണം രൂക്ഷമായപ്പോൾ ഇയാൾ തിരിച്ചടിക്കുന്നു. സ്വാഭാവികമായും അത്തരൊരു പ്രതിരോധം ഇയാളുടെ ഭാഗത്തുണ്ടാകും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. 6ഓളം പ്രവർത്തകരുണ്ട്. ഇവർ സംഘം ചേർന്ന് മർദ്ദിക്കുകയാണ്. ഇയാളുടെ സഹോദരിയും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹോദരിയും ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടാലറിയാവുന്ന ഒരു സ്ത്രീക്കെതിരെയും ഈ പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരും. ഡാന്, നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത്രയും ആളുകൾ ചേർന്നാണ് അയാളെ മർദ്ദിക്കുന്നത്. പുള്ളി തിരിച്ചടിക്കുകയാണ്, വേറെ മാർഗമില്ല, പോലീസുകാരനാണ്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? പുതുവത്സരാഘോഷത്തിനിടെ ശംഖുമുഖത്ത് വെച്ച് പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ഒരു വാക്കേറ്റവും അത് പോലീസിന്റെ ലാത്തി വീശുന്ന നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യവുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് മിഥുൻ റോയ് എന്ന ഉദ്യോഗസ്ഥൻ ലാത്തി കൊണ്ട് ഒരു SFI പ്രവർത്തകനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി നേരത്തെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ആ തർക്കങ്ങളുടെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം മോൾ ഓഫ് ട്രാവൻകൂറിൽ സുഹൃത്തിനൊപ്പം എത്തിയ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ ഒരു 5ഓ 6ഓ പേരടങ്ങുന്ന ഒരു സംഘം പിന്തുടരുകയും മോൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് അവിടുത്തെ ഒരു കഫറ്റീരിയയിൽ വെച്ച് ഈ തർക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നത്. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പിന്തുടർന്ന് അസഭ്യം പറയുകയും അതോടൊപ്പം ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് തുടക്കത്തിലുണ്ടായത്. പിന്നീട് അത് ചെറുത്തു നിൽക്കാനുള്ള ശ്രമം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പിന്നീട് അത് ഇയാളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അവിടെ FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയെന്ന ആക്ഷേപം ഇന്നലെ മുതൽ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരത്തോടെ FIR രജിസ്റ്റർ ചെയ്തു. പ്രധാനമായി ഭാരതീയ ന്യായ സംഹിതയിലെ 296, 351, 2, 185, 115, 2, 118, 1 തുടങ്ങിയ വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്ന ആളുമാണ് ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് കാണിച്ച് മറ്റൊരു കൗണ്ടർ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ജാമ്യമില്ലാതെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസുകാരനെതിരെ എന്ന ആക്ഷേപമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അതേസമയം ഈ മിഥുൻ റോയിയുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ ഒരു ഇടപെടൽ ഈ പുതുവത്സര ദിനത്തിൽ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരത്തെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതി ഒത്തുതീർപ്പാക്കാൻ മിഥുൻ തയ്യാറാകാതിരുന്നതാണ് ഈ യുവാക്കളെ പ്രകോപിപ്പിച്ചതെന്നും ആ പ്രകോപനത്തെ തുടർന്നാണ് ഇവർ കൂട്ടം ചേർന്ന് ഇയാളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം മോൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് ഉണ്ടായതെന്നുമുള്ള വിവരങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഈ മർദ്ദന ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു തർക്കത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാനായി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ മിഥുൻ റോയ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തെന്ന് ഉന്നയിച്ചുകൊണ്ട് പോലീസ് സംഘടനകൾക്കിടയിൽ തന്നെ വലിയൊരു ആക്ഷേപം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് നിലവിൽ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ഒരു പോലീസുകാരനാണ് ഈ ആക്രമിക്കപ്പെട്ടിട്ടും അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടായാലും എന്തുകൊണ്ടാണ് ഈ DYFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുന്നത്? ഒരു നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി കേസെടുക്കുക എന്ന് പറയുന്നത് പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തുന്ന ഒന്നാണ്, സംശയമില്ല. അത്തരത്തിൽ എന്തുകൊണ്ടാണ്? വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. DYFIക്കാരാണ് പ്രതികൾ. അതായത്
ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് മിഥുൻ റോയിക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ സംഘം ചേർന്ന് ആക്രമിച്ചവർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. ഇതിൽ ഒരു വിവേചനമുണ്ടായി എന്നതാണ് ഉയരുന്ന ആക്ഷേപം. അത് ഉദ്യോഗസ്ഥർക്കിടയിലും അത്തരത്തിലുള്ള ഒരു അസംതൃപ്തി പ്രകടമാകുന്നുണ്ട്. പക്ഷേ പരസ്യമായ പ്രതികരണത്തിന് അവർ ആരും തന്നെ തയ്യാറാകുന്നില്ല. എന്നാൽ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിക്കും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് വിവാദമായ ഒരു സാഹചര്യം ഉണ്ടാകുകയും വാർത്തകളിൽ ഇപ്പോൾ ഇത് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഇവരെ പിടികൂടാനുള്ള ഒരു നടപടിയിലേക്ക് വഞ്ചൂർ പോലീസ് കടക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒറ്റതിരിഞ്ഞ് പിന്നീട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം അത് സേനയുടെ മനോവീര്യത്തെ ആകെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഇവിടെ മാത്രമല്ല, തെരഞ്ഞെടുപ്പിലേക്കൊക്കെ അടുക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകാനിടയുള്ള പശ്ചാത്തലങ്ങളുണ്ട്. അവിടെ കൃത്യമായി ഇടപെടേണ്ടവരാണ് ഉദ്യോഗസ്ഥർ. അവരുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള നടപടികൾ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായാൽ അത് എങ്ങനെ അംഗീകരിക്കാനാവും എന്നൊരു അമർഷമാണ് പോലീസ്. പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു പോലീസുകാരനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ച വിഷയത്തിലാണ് ഇത്തരത്തിൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് എന്നത് ഏറെ ഗൗരവതരമായ ഒന്നായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.